ഇവിടെ പ്രേക്ഷകരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പി വി അൻവർ വാർത്തകളിൽ സജീവ താരമായി മാറുകയാണ്. പക്ഷേ ഇത്തവണ ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടല്ല, മറിച്ച് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി വി അൻവറിനെതിരെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് അറിയേണ്ടതുണ്ട്. ജിജീഷ് തയ്യാറാണ് വിശദാംശങ്ങൾ നൽകാനായി. ജിജീഷ്, കടന്നൽ കുടുങ്ങുമോ? ശ്യാം പറഞ്ഞതുപോലെ വാർത്തകളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പി വി അൻവർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങളോ ഒന്നും ഉന്നയിച്ചുകൊണ്ടല്ല ഇപ്പോൾ ഉള്ളത്. തനിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കൂടുതൽ കുരുക്കിലേക്ക് പി വി അൻവർ നീങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അത് 2023 ആ ചോദ്യം ചെയ്യൽ നടന്നത് എങ്കിൽ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം പ്രധാനമായും നടക്കുന്നത് പി വി അൻവറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, 5 വർഷം കൊണ്ട് സമ്പാദ്യം പല മടങ്ങ് വർദ്ധിച്ചു. അതായത് സാമ്പത്തിക മാന്ദ്യമുണ്ടായി, തൻ്റെ ബിസിനസ്സുകൾ തകർന്നു എന്നെല്ലാം തന്നെ പി വി അൻവർ പറഞ്ഞ അതേ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സ്വത്ത് വർധനം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ, അത് പി വി അൻവറിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും എല്ലാമായിട്ടായിരുന്നു ആ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇ ഡി ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ലഭ്യമല്ലാത്ത രേഖകളടക്കമായി കൊച്ചി ഓഫീസിലേക്ക് ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയമ നടപടികൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ കൂടുതൽ കടുക്കുന്നു എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം 5 വർഷം കൊണ്ട് 14 കോടിയിൽ നിന്ന് 64 കോടിയായിട്ടാണ് പി വി അൻവറിന്റെ സ്വത്ത് സമ്പാദനം വർദ്ധിച്ചത്. അതായത് CPM-നൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമ്പോൾ, ഇടത് സഹയാത്രികനായി ചേർന്ന് നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ സ്വത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് CPM-നോടും മുഖ്യമന്ത്രിയോടും എല്ലാം തന്നെ കലഹിച്ചുകൊണ്ട് പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കെല്ലാം പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതുവരെയും പി വി അൻവർ ഇടത് സഹയാത്രികനായി നിന്ന കാലഘട്ടത്തിലാണ് ദുരൂഹമായ ഈ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാജരാക്കാനും എങ്ങനെയാണ് ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് ബോധിപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നൽകാനും എല്ലാം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2015 സ്വത്ത് വർധനവ് മാത്രമല്ല, അനധികൃത ലോണുകൾ സമ്പാദിച്ചിട്ടുണ്ട്. ഒരേ ആസ്തി വെച്ച്, ഒരേ സ്വത്തുവകകൾ ഈടായി വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴായി പല ബാങ്കുകളിൽ നിന്ന് വലിയ തുക വായ്പ എടുത്തിട്ടുണ്ട്. 22.3 കോടി രൂപ ഇത്തരത്തിൽ ലോൺ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒരു വസ്തു ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി ലോണുകൾ സമ്പാദിക്കുക എന്നത് തന്നെയായിരുന്നു പി വി അൻവർ ചെയ്ത ഒരു സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേട് രീതി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഹാജരാക്കണം, രേഖകൾ ഹാജരാക്കണം. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടികൾ നൽകാൻ പി വി അൻവറിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വീണ്ടും പലഘട്ടം വിളിപ്പിച്ചു. ചില സാഹചര്യം ചിലപ്പോൾ മാത്രമാണ് പി വി അൻവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നത്. പലപ്പോഴും ഈ സമൻസുകളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി തന്നെയായിരുന്നു പി വി അൻവർ സ്വീകരിച്ചിരുന്നത്. അവിടെയാണ് കൂടുതൽ കുരുക്ക് മുറുകുന്നത്. ശ്യാം.